യഥാർത്ഥത്തിൽ ഈ നിലമ്പൂരിൽ പി വി അൻവറിനെ പ്രതിരോധിക്കാൻ പാർട്ടി പ്രവർത്തകർക്ക് കഴിഞ്ഞില്ല എന്ന രീതിയിലൊരു വിമർശനം കൂടി ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ. ഏത് കാര്യത്തിലാണ് അവർ പരാജയപ്പെട്ടു എന്ന് CPM വിലയിരുത്തുന്നത്? SK, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാം. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. ആ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഉണ്ടായ ഒരു വിലയിരുത്തൽ പി വി അൻവർ കുറച്ച് വോട്ടുകൾ പിടിച്ചു, പക്ഷേ അത് പാർട്ടിയുടെ അടിസ്ഥാന വോട്ടല്ല എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ ദേശാഭിമാനിയിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ തിരുത്തേണ്ടത് തിരുത്തും എന്നുള്ള കാര്യം വ്യക്തമാക്കിയാണ് MV ഗോവിന്ദന്റെ ലേഖനം വന്നിരിക്കുന്നത്. നിലമ്പൂർ തോൽവിയുടെ പശ്ചാത്തലത്തിൽ തിരുത്തേണ്ടത് തിരുത്തുമെന്നുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ലേഖനത്തിൽ വ്യക്തമാക്കുന്ന കാര്യം. പരാജയം പാർട്ടിയും ഇടതുമുന്നണിയും വിശദമായി പരിശോധിക്കും. വർഗീയ തീവ്രവാദ ശക്തികളുമായി കൂട്ടുകെട്ടുണ്ടാക്കിയാണ് UDF ജയിച്ചതെന്നും ലേഖനത്തിൽ CPM കുറ്റപ്പെടുത്തുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കൊണ്ടാണ്. മാത്രവുമല്ല ഈ നിലമ്പൂരിൽ BJPയുടെയും SDPയുടെയും വോട്ട് UDF നേടിയെന്നും MV ഗോവിന്ദന്റെ ഇതിൽ പറയുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് UDFന്റെ കൂട്ടുകെട്ടുകൾ. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. വർഗീയ ശക്തികളുമായുള്ള കൂട്ടുകെട്ട് അത് സംസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് തന്നെ ദോഷകരമാണെന്നടക്കമുള്ള വലിയ കുറ്റപ്പെടുത്തൽ അത് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ലേഖനത്തിലുണ്ട് എന്നുള്ളതാണ് ഗൗരവമുള്ള കാര്യം. ഏതായാലും ഇന്ന് CPM സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട്. സമാനമായിട്ടുള്ള വിമർശനങ്ങൾ ഒരുപക്ഷെ ഈ മുസ്ലിം വോട്ടുകളടക്കം ഭിന്നിപ്പിച്ചു എന്നടക്കമുള്ള കുറ്റപ്പെടുത്തൽ ഒരുപക്ഷെ ഉയർന്നേക്കാം. ഇക്കാര്യത്തിൽ പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് ചോർച്ചയെ സംബന്ധിച്ച് വിശദമായ ചർച്ചയിലേക്ക് CPM കടക്കുമോ എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ ആകാംക്ഷയായി മാറുന്നത്. SK, ഇത് മറ്റൊരു കാര്യം, ഈ തിരുവനന്തപുരത്ത് മഴ എങ്ങനെയുണ്ട്? ഷെവി നിൽക്കുന്ന സ്ഥലത്ത് നല്ല മഴയുണ്ടെന്ന് തോന്നുന്നു. SK, അല്പസമയം മുൻപാണ് തിരുവനന്തപുരത്ത് ഒരു മഴ, അത് നമ്മൾ ഈ കുറേ ദിവസങ്ങളായി തിരുവനന്തപുരത്ത് കാര്യമായ മഴയുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് കിഴക്കേക്കോട്ട ഭാഗത്താണ്. SK, ഈ സ്കൂളിലേക്കൊക്കെ പോകുന്ന കുട്ടികൾ, ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ഈ മഴ കാരണം, പെട്ടെന്നുണ്ടായ ഒരു മഴ കാരണം ഒരു ബുദ്ധിമുട്ടിലായി. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥ അടക്കം ഇരുണ്ട് മൂടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രവുമല്ല അല്പസമയം മുൻപ് പെട്ടെന്നൊരു മഴ വന്നു. ഇപ്പോൾ അത് തോർന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും വലിയ ജാഗ്രതാ മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല ഈ തൊട്ടടുത്ത 10 മണിയോടുകൂടി അടുത്ത മഴ മുന്നറിയിപ്പ് എത്തും. നിലവിൽ ഇപ്പോൾ പല ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണുള്ളത്. ഈ കേരള തീരത്തടക്കം വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി ഒന്നും കാര്യമായ മഴയില്ല നഗരമേഖലയിൽ, പക്ഷേ റൂറൽ മേഖലയിൽ പ്രത്യേകിച്ച് നെടുമങ്ങാടും കാട്ടാക്കടയും അടക്കമുള്ള റൂറൽ മേഖലയിൽ മഴയുണ്ടായിട്ടുണ്ട്. നഗരത്തിൽ ഇന്ന് രാവിലെ മുതൽ ഒരു മഴ പെട്ടെന്ന് പെയ്യുന്നു. വലിയ ഒരു മഴക്കൂരാപ്പും നഗരത്തിലുണ്ട്. SK, ഓക്കെ, ഷെവീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.